കൊളാജൻ ബൂസ്റ്റർ ബാം, കൊളാജൻ ബൂസ്റ്റർ ജെൽ, അതുപോലെ കൊളാജൻ ബൂസ്റ്റർ ഡ്രിങ്ക്, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകളാണ് കൊളാജൻ എന്ന പേരിൽ മാർക്കറ്റിലുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കൊളാജൻ? സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ട് ഏത് വീഡിയോ നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ ഷോർട്സ് എടുത്ത് നോക്കിയാലും നമുക്ക് കൊളാജൻ എന്ന പേരിൽ ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ കൊളാജൻ എന്താണെന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലേ? അതുപോലെ തന്നെ കൊറിയൻ, ഇന്ത്യൻ സ്കിൻ കെയർ എടുക്കുമ്പോൾ എങ്ങനെയാണ് അവർ രണ്ടുപേരിലും കൊളാജൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെ തുടങ്ങിയ പല സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരു കൊളാജൻ ബൂസ്റ്റർ ജെൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കൊളാജൻ? നമ്മുടെ ശരീരത്തിലുള്ളതും എന്നാൽ വെള്ളത്തിൽ ലയിക്കാത്തതുമായിട്ടുള്ള ഒരുതരം പ്രോട്ടീനെയാണ് നമ്മൾ ഈ കൊളാജൻ എന്ന് പറയുന്നത്. അതുപോലെ കൊളാജൻ നമ്മുടെ ശരീരത്തിലുള്ളത് കാണാൻ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് പ്രീമച്വർ ഏജിങ്ങിനൊക്കെ കാരണമായ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും നാച്ചുറൽ ആയിട്ട് നല്ല ഗ്ലോയിങ് സ്കിൻ നിലനിർത്താനും ഈ കൊളാജൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന്. അതോടൊപ്പം തന്നെ സ്ഥിരമായുള്ള വ്യായാമം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് ഫുഡ് കാണിച്ചു തരാൻ പോവുകയാണ് നമ്മുടെ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന. സിട്രസ് ഫ്രൂട്ട്സ് ആയ ലെമൺ ആൻഡ് ഓറഞ്ചസ്, അതുപോലെ തന്നെ അവക്കാഡോയും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർന്ന ഒരു അമേസിംഗ് കോംബോ. അവക്കാഡോയിൽ ഹെൽത്തി ഫാറ്റും ഡാർക്ക് ചോക്ലേറ്റിൽ ആന്റി ഓക്സിഡന്റും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയ ബെൽ പെപ്പേഴ്സ്, നട്ട്സിൽ അടക്കിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് സ്കിൻ ഹെൽത്തിനെയും അതുപോലെ തന്നെ കൊളാജൻ സിന്തസിസിനെയും ഇംപ്രൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കൊളാജൻ ബൂസ്റ്റർ ജെൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ഞാനിവിടെ ഒരു ഓയിൽ ഡിഫ്യൂസറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൊളാജൻ ബൂസ്റ്റർ ജെല്ലിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ഓഫ് കോഫി പൗഡറാണ്. എന്തൊക്കെയാണ് കോഫി പൗഡറിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഇത് നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, പഫ്നെസ്സിനെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഓഫ് കോൺഫ്ലവർ ആണ്. ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും സ്കിന്നെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാനും സ്കിന്നിലുള്ള എക്സസ് ഓയിൽ അവോയ്ഡ് ചെയ്യാനും സ്കിന്നിലുള്ള ഇറിറ്റേഷൻ മാറ്റാനും പറ്റിയ ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവർ തന്നെയാണ്. ഒരു 1/2 കപ്പ് ഓഫ് വാട്ടർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറാണ് നമ്മുടെ ഒരു എക്സാക്ട് ടെക്സ്ചർ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലെയിം ഞാൻ ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പെർഫെക്റ്റ് ക്രീമി ടെക്സ്ചർ, ഒരു ജെല്ല് പോലത്തെ ഒരു ടെക്സ്ചർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്ന് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒരു കണ്ടെയ്നറിൽ എടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓഫ് കാസ്റ്റർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാസ്റ്റർ ഓയിൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് അറിയാമോ? നമ്മുടെ സ്കിന്നുണ്ടാക്കും. നമുക്ക് യൂഷ്വലി നമുക്കറിയാവുന്നുള്ളത് നമ്മളെ ഹെയറിനുള്ള ബെനിഫിറ്റ്സ് ആണ്. എങ്കിൽ കാസ്റ്റർ ഓയിൽ അങ്ങനെയല്ല, സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കിന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പ്രീമച്വർ ഏജിങ്ങിനൊക്കെ കാരണമായ ഈ സിംറ്റംസ് ഒക്കെ മാറ്റാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 4ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഓഫ് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്നുണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല രീതിയിൽ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സ്കിൻ ടൂണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റിയ ഇൻഗ്രീഡിയൻറ്റ് ആൽമണ്ട് ഓയിൽ തന്നെയാണ്. നല്ല ഇൻഗ്രീഡിയൻറ്റും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ നമ്മുടെ കൊളാജൻ ബൂസ്റ്റർ ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇറ്റ്സ് അമേസിങ് ആയിട്ടുള്ള ഒരു കൊളാജൻ ബൂസ്റ്റർ ജെല്ലാണ്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിനെയും ബെനിഫിറ്റ്സ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും. ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നവരെ see you. ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ see you.